സിമ്പിൾ മാത്തിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിതമെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 21-22 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് ഓഫ് ദി അരിതമെറ്റിക് സീക്വൻസസ് ബിലോ സം ടേംസ് ആർ മിസ്സിംഗ് ആൻഡ് ദെയർ പൊസിഷൻസ് ആർ മാർക്ക്ഡ് വിത്ത് സർക്കിൾ, ഫൈൻഡ് ദം. കുറച്ച് അരിതമെറ്റിക് സീക്വൻസസ് തന്നിട്ടുണ്ട്. അതിലെ ചില ടേംസുകളൊക്കെ മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആയിട്ടുള്ള ടേംസുകളാണ് സർക്കിൾ വെച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഇൻസൈഡ് വരുന്ന നമ്പേഴ്സാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തന്നിട്ടുണ്ട്. ഏതൊരു സീക്വൻസിൻ്റെയും ടേംസുകൾ കണ്ടെത്താൻ നമുക്കതിൻ്റെ കോമൺ ഡിഫറൻസ് അറിയണം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കോമൺ ഡിഫറൻസ് കണ്ടെത്തുക. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം മൈനസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് 42 മൈനസ് 24 ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ഓക്കെ, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി തേർഡ് ടേമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ടേമിനോട് കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് 42 പ്ലസ് 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ഫോർത്ത് ടേം എന്ന് പറയുന്നത് തേർഡ് ടേമിനോട് കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് 60 പ്ലസ് 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 78. അടുത്ത സീക്വൻസിൽ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഫസ്റ്റ് എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് കണ്ടെത്താം. അതിനുശേഷം ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കാൽക്കുലേറ്റ് ചെയ്യാം. തേർഡ് സീക്വൻസിലെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടെത്തുക. അതിനുശേഷം മിസ്സിംഗ് ടേംസുകൾ കണ്ടെത്തുക. ഫോർത്ത് സീക്വൻസിൽ അഡ്ജസൻറ്റ് ടേംസുകൾ തന്നിട്ടില്ല. അഡ്ജസൻറ്റ് ടേംസുകൾ തന്നിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടെത്താം. ദാറ്റ് ഈസ് common difference equal to difference of the terms divided by difference of the position. ഇവിടെ x3ഉം x1ഉം തന്നിട്ടുണ്ട്. അതായത് തേർഡ് ടേം 42, ഫസ്റ്റ് ടേം 24 ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് x3 മൈനസ് x1 ബൈ 3 മൈനസ് 1 ദാറ്റ് ഈസ് 42 മൈനസ് 24 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. കോമൺ ഡിഫറൻസ് 9 കിട്ടി. ഇനി എന്ത് ചെയ്യുക? x2 x4 സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും കാൽക്കുലേറ്റ് ചെയ്യാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടെത്തുക. അതിനുശേഷം x1ഉം x3യും കണ്ടെത്താം. സിക്സ്ത് ക്വസ്റ്റ്യനിലും കോമൺ ഡിഫറൻസ് കണ്ടെത്തുക. അതിനുശേഷം സെക്കൻഡ് ടേമും തേർഡ് ടേമും കാൽക്കുലേറ്റ് ചെയ്യാം. Second question, in two positions of some arithmetic sequences are given below. Write the first 5 terms of each. അതായത് അരിതമെറ്റിക് സീക്വൻസിൻ്റെ 2 ടേംസുകളും ആ ടേംസുകളുടെ പൊസിഷനും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഓരോ സീക്വൻസിൻ്റെയും ആദ്യത്തെ 5 ടേംസുകൾ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഒരു സീക്വൻസ് നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം അറിയണം. അതുപോലെ ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസും അറിയണം. എങ്കിലേ നമുക്ക് സീക്വൻസ് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? തന്നിട്ടുള്ള ടേംസുകൾ തമ്മിൽ മൈനസ് ചെയ്യാം. ആ നമ്പറിനെ ടേംസുകളുടെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 67 മൈനസ് 34 ബൈ 6 മൈനസ് 3 ആണ്. ദാറ്റ് ഈസ് 11. കോമൺ ഡിഫറൻസ് 11 കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം കണ്ടെത്തണം. നമുക്കറിയാം തേർഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിനോട് കൂടെ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തേർഡ് ടേം 34 ആണെന്ന് അറിയാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം കണ്ടെത്തണം. അപ്പോൾ x3 എന്ന് കൊടുക്കുന്നതിന് പകരം എന്ത് എഴുതാം? f പ്ലസ് 2d ഈക്വൽ ടു 34 എന്ന് കൊടുക്കുക. ഓക്കെ, അതിൽ നിന്ന് എഫിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ്
എഫ് പ്ലസ് 2 ഇൻറ്റു 11 ദറ്റ് ഈസ് ഈക്വൽ ടു 34. ദറ്റ് ഈസ് എഫ് ഈക്വൽ ടു 2 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 22. 22ന് എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ +22 എന്നായിരുന്നു, റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ -22 ആയിട്ട് മാറും. 34 - 22 ദറ്റ് ഈസ് 12. കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കിട്ടി. ഇനി എന്ത് ചെയ്യുക, ആദ്യത്തെ 5 ടേംസുകൾ കണ്ടെത്തുക. സെക്കൻഡ് ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യനാണ്. എന്തായിരുന്നു, തേർഡ് ടേമും സിക്സ്ത് ടേമും തന്നിട്ടുണ്ട്. ആ സീക്വൻസിൻ്റെ ആദ്യത്തെ 5 ടേംസുകൾ കണ്ടെത്താനാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 11 കിട്ടണം. അതുപോലെ ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 21 എന്നും കിട്ടണം. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സീക്വൻസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ട് എഴുതുക. തേർഡ് ക്വസ്റ്റ്യനും സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടെത്തുക, പിന്നെ തന്നിട്ടുള്ള ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കണ്ടെത്തുക. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സീക്വൻസ് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ നമ്പേഴ്സൊക്കെ വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് 1/3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1/3 നമ്മൾ ആഡ് ചെയ്ത് ഓരോ ടേംസുകളും കണ്ടെത്തണം. ഫസ്റ്റ് 1 ആണ്. 1നോട് കൂടെ 1/3 ആഡ് ചെയ്യുമ്പോൾ 1 and 1/3 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, 1 × 3 + 1 ദറ്റ് ഈസ് 4/3. 4/3 എന്ന് എഴുതാം. അത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാം. 1 + 1/3. 1 + 1/3 എന്ന് പറയുമ്പോൾ 1 and 1/3 എന്ന് പറയാം. അല്ലെങ്കിൽ 4/3 എന്നും എഴുതാം. ഓക്കെ, പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സീക്വൻസ് 1 4/3, 5/3, 2. അടുത്ത ക്വസ്റ്റ്യൻസും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഏതായിരുന്നു, സെക്കൻഡ് ടേം 5, ഫിഫ്ത്ത് ടേം 2 അല്ലേ. ഇതൊക്കെ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് -1 എന്ന് കിട്ടണം. ഫസ്റ്റ് ടേം 6 എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ, ദ ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 38 ആൻഡ് ദി നയൻത്ത് ടേം ഈസ് 66. വാട്ട് ഈസ് ഇറ്റ്സ് 25th ടേം? ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ്. ഏതോ 2 ടേംസും അതുപോലെ ആ ടേംസിൻ്റെ പൊസിഷനും തന്നിട്ടുണ്ട്. ഇനി 25th ടേം കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടെത്തുക. അതിനുശേഷം x25 കണ്ടെത്താം. കോമൺ ഡിഫറൻസ് കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസ് പോലെ ഫസ്റ്റ് ടേം കണ്ടെത്താം. അതിനുശേഷം x25 ചെയ്യാം. അല്ലെങ്കിൽ x9 66 ആണ് തന്നിട്ടുണ്ട്. ഈ x9ൽ നിന്നും x25ലേക്ക് എത്താൻ എന്ത് ചെയ്താൽ മതി, ഒരു 16D അതിനോട് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. x25 എന്ന് പറയുന്നത് x9 + 16D ദാറ്റ് ഈസ് 66 + 16 × 7. ഓക്കെ, അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വന്നിട്ടുണ്ട്. ഈ കേസിൽ ഫസ്റ്റ് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആൻസർ തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് 101 എ ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 13, 24, 35 etc. വാട്ട് അബൌട്ട് 1001? അതായത് നിങ്ങൾ തന്നിട്ടുള്ള ഈ സീക്വൻസിൽ 101 എന്ന് പറയുന്നൊരു ടേം ഉണ്ടായിരിക്കും. അതുപോലെ 1001 എന്ന് പറയുന്ന ടേം ഈ സീക്വൻസിൽ ഏതെങ്കിലും ടേം ആയിട്ട് വരുമെന്നാണ്, ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സീക്വൻസിലെ ടേമുകളുടെ പ്രത്യേകത എന്താണ്? ഒന്നെന്ന് പറയുന്നത് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്കിത് സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ
ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 ആണ്. നമുക്ക് ചെക്ക് ചെയ്യാനുള്ള നമ്പർ 101 ആണ്. അപ്പോൾ ഈ 101ഉം ഇന്നത്തെ ഒരു ടേം ആയിട്ടുള്ള 13ഉം തമ്മിലുള്ള ഡിഫറൻസ് 88 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എപ്പോഴും കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം തന്നിട്ടുള്ള നമ്പർ ഈ സീക്വൻസത്തെ ടേം ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഇവിടെ 88 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ 101 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണ്. കാരണം 88 കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിളാണ്. അതായത് 11 ഇൻറ്റു 80 എന്ന് പറയുന്നത് എന്താണ്, 88 ആണ്. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഈ സീക്വൻസിൻ്റെ ഏതൊരു ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ റിമൈൻഡർ സെയിം ആയിരിക്കും. അപ്പോൾ 101 ഈ സീക്വൻസത്തെ ഒരു ടേം ആവണമെങ്കിൽ ആ സീക്വൻസിനെ 101നെ നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് സീക്വൻസത്തെ ടേമിനെ ഒന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതിൻ്റെ റിമൈൻഡർ എത്രയെന്ന് നോക്കാം. അപ്പോൾ 13നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 എന്നാണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ 101 ഇതിലെ ടേം ആണെങ്കിൽ അതിനെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 തന്നെ കിട്ടണം. ഓക്കെ, അപ്പോൾ 101നെ 11 കൊണ്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ റിമൈൻഡർ 2 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് എന്ത് മനസ്സിലാക്കാം, 101 എന്ന് പറയുന്നത് ഈ സീക്വൻസത്തെ ടേം ആണെന്ന്. ഇനി 1001 ആണ് നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1001 മൈനസ് 30, അപ്പോൾ 988 ആണ് കിട്ടിയത്. ഈ 988 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് 1001 ഈ സീക്വൻസത്തെ ഒരു ടേം അല്ല. ഇനി സെക്കൻഡ് മെത്തേഡിലൂടെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ 1001നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ റിമൈൻഡർ 2 ആണെങ്കിൽ സീക്വൻസത്തെ ടേം ആണ്. ഇവിടെ റിമൈൻഡർ 0 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് 1001 ഈ സീക്വൻസത്തെ ടേം അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിച്ച് ലീവ് എ റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7? എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണുള്ളത്? എങ്ങനെയുള്ളത്? 3 ഡിജിറ്റ് നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണുള്ളത് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 100 ആണ്. ഓക്കെ, ഈ 100നെ എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടില്ല, അതായത് ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ റിമൈൻഡർ കിട്ടിയത് 2 എന്നാണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ റിമൈൻഡർ 3 വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതായിരിക്കും? ഇവിടെ 100നെ 7 കൊണ്ട് ചെയ്തപ്പോൾ 2 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് റിമൈൻഡർ 3 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 100നോട് കൂടെ 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? കാരണം 1ൻ്റെ ഡിഫറൻസ് അല്ലേ വരുന്നത്. നമുക്ക് കിട്ടിയത് 2, കിട്ടാനുള്ളത് 3 ആയിരുന്നു. അപ്പോൾ 1ൻ്റെ ഡിഫറൻസാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ 100നോട് കൂടെ 1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് 3 ഡിജിറ്റ് എന്ന് പറയുന്നത് 101 ആണ്. അതായത് 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആയിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് ഡിജിറ്റ് കണ്ടെത്തണം. കാരണം ഒരു സീക്വൻസിൽ ആകെ എത്ര ടേംസുകളാണ് ഉള്ളതെന്ന് കണ്ടെത്താൻ നമുക്ക് ആ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയണം. അപ്പോൾ ഫസ്റ്റ് ടേം 101 ആണെന്ന് കിട്ടി. ലാസ്റ്റ് ടേം കണ്ടെത്തണം. ഓക്കെ, ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 999 ആണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ 3 ആണെങ്കിൽ എന്താ പറയുക, ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, ഈ സീക്വൻസത്തെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 999 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ റിമൈൻഡർ കിട്ടിയത് 5 ആണ്. അപ്പോൾ ഈ സീക്വൻസത്തെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 999 അല്ല. ഓക്കെ, ഇനി ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ കണ്ടെത്തണം.
അപ്പോൾ റിമൈൻഡർ 5 ആണ് കിട്ടിയത് അല്ലേ, കൂടുതലാണ് കിട്ടിയത്. നമുക്ക് കിട്ടേണ്ടത് 3 ആയിരുന്നു. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 999 നിന്നും എന്ത് ചെയ്യുക, 2 മൈനസ് ചെയ്യാം. ഓക്കെ, 2 ആണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്, അതുകൊണ്ട് ആ നമ്പർ മൈനസ് ചെയ്യാം. 999 നിന്നും 2 മൈനസ് ചെയ്യുമ്പോൾ 997 വന്നു. അപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടി. കോമൺ ഡിഫറൻസ് എപ്പോഴും നിങ്ങൾക്ക് ഏത് നമ്പറാണോ ഡിവൈഡ് ചെയ്യാൻ തരുന്നത് ആ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ സീക്വൻസിൽ എത്ര ടേംസുകളാണുള്ളതെന്ന് കണ്ടെത്താൻ ഉള്ള ഫോർമുലയാണ് n ഈക്വൽ ടു xn മൈനസ് x1/d പ്ലസ് 1. അതായത് ലാസ്റ്റ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് ആ നമ്പറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനോട് കൂടെ 1 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 129 ആണ് കിട്ടിയത്. അപ്പോൾ ഈ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സീക്വൻസിൽ 129 ടേംസുകളാണുള്ളത്. ഓക്കെ, പിന്നെ 129th ടേം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയുക, 997 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ അപ്പ് ദ എംപ്റ്റി സെൽസ് ഓഫ് ദ ഗിവൺ സ്ക്വയർ such that the numbers in each row and column form arithmetic sequences. What if we use some other numbers instead of 1, 4, 28 and 7? ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ എന്താ ചെയ്യുന്നത്, ഇതിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതുപോലെ സെക്കൻഡ് റോ, തേർഡ് റോ, എല്ലാ റോകളും അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കോളംസും അരിത്മെറ്റിക് സീക്വൻസ് നമ്പേഴ്സായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ടേംസുകളാണ് കണ്ടെത്തേണ്ടത്. മിസ്സിംഗ് ആയിട്ടുള്ള ടേംസുകൾ കണ്ടെത്താൻ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കി അല്ലേ. എന്ത് ചെയ്യുക, തന്നിട്ടുള്ള ടേംസുകളിൽ നിന്നും കോമൺ ഡിഫറൻസ് കണ്ടെത്തുക, അതിനുശേഷം എന്ത് ചെയ്യുക, മിസ്സിംഗ് ആയിട്ടുള്ള ടേം കണ്ടെത്താൻ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടും മൈനസ് ചെയ്തിട്ടൊക്കെ കണ്ടെത്തുക. നമ്മൾ ആ ഫസ്റ്റ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോത്തെ നമ്പേഴ്സ് കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം, കോമൺ ഡിഫറൻസ് കണ്ടെത്താം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം 1ഉം ഫോർത്ത് ടേമും 4ഉം തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 1 ആണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് 1 ആണ് തന്നിട്ടുള്ളത് കിട്ടിയത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ സീക്വൻസ് വരിക, ഇവിടെ 1 ആണെങ്കിൽ ഈ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2, 3, 4 അല്ലേ, 1, 2, 3, 4 ആയിരിക്കും ഫസ്റ്റ് റോയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കൂ, ഫസ്റ്റ് കോളത്തത്തെ മിസ്സിങ് ആയിട്ടുള്ള കണ്ടെത്തണം. അപ്പോൾ അതിൽ ഫസ്റ്റ് ടേം 1ഉം ഫോർത്ത് ടേം 7ഉം തന്നിട്ടുണ്ട്. അതിൽ നിന്നും കോമൺ ഡിഫറൻസ് കണ്ടെത്താം. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് 2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം 1നോട് കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം, അപ്പോൾ 3. വീണ്ടും അതിനോട് കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം, അപ്പോൾ 5. വീണ്ടും 5നോട് കൂടെ കോമൺ ഡിഫറൻസ് 2 ആഡ് ചെയ്യുമ്പോൾ 7 വരുന്നു. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യുക, ഓരോ കോളംസും റോയും നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അടുത്തത്, ഇൻ ദി ടേബിൾ ബിലോ സം അരിത്മെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ വിത്ത് 2 numbers അഗെയിൻസ്റ്റ് ഈച്ച്. ചെക്ക് വെദർ ഈച്ച് ബിലോങ്സ് ടു ദി സീക്വൻസ് ഓർ നോട്ട്. അതായത് ഫസ്റ്റ് കോളത്തിൽ സീക്വൻസ് തന്നിട്ടുണ്ട്, സെക്കൻഡ് കോളത്തിൽ 2 നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. ഈ 2 നമ്പേഴ്സ് ഈ സീക്വൻസത്തെ ടേം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ടേം ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ടേം ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഫസ്റ്റ് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടെത്തുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ സീക്വൻസത്തെ ഫസ്റ്റ് ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള നമ്പറിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴും സെയിം റിമൈൻഡറാണ് കിട്ടുന്നതെങ്കിൽ ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ള നമ്പർ ഈ സീക്വൻസത്തെ ടേം ആയിരിക്കും. അല്ലെങ്കിൽ റിമൈൻഡർ വ്യത്യാസം ഉണ്ടെങ്കിൽ ടേം ആയിരിക്കില്ല. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ടേം ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ആൻസേഴ്സ് ഇതിൽ തന്നിട്ടുണ്ട്, സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, ഇതിൽ ചില സീക്വൻസസ് വരുന്നത് ഫ്രാക്ഷൻസ് ആണ്. അതായത് ഫോർത്ത് ക്വസ്റ്റ്യനിൽ 1/4, 1/2, 3/4 ഫ്രാക്ഷണൽ നമ്പേഴ്സാണ്. ഫ്രാക്ഷൻസിൻ്റെ
അഡീഷനും സബ്ട്രാക്ഷനൊന്നും അറിയുന്നില്ല എങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ ബേസിക് മാത്തിൻ്റെ ഒരു കോഴ്സ് ചെയ്തിരുന്നു വെക്കേഷൻ ടൈമിൽ. അതിലുണ്ട് ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷനും അഡീഷന് സബ്ട്രാക്ഷൻ എല്ലാ ഓപ്പറേഷൻസും ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അറിയാത്തവരെന്ത് ചെയ്യുക, ആ ക്ലാസ് കണ്ട് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ 4th ക്വസ്റ്റ്യനിലെ കോമൺ ഡിഫറൻസ് നോക്കൂ. 1/2 മൈനസ് 1/4 ആണ്. രണ്ട് ഫ്രാക്ഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെയ്തിട്ട് കണ്ടെത്താം. അതായത് 1 × 4 മൈനസ് 2 × 1/2 × 4 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ എന്താ വരിക? 4 മൈനസ് 2 2/8. ഓക്കെ, 2/8 എന്ന് വരും. ദാറ്റ് ഈസ് 1/4. അല്ലെങ്കിൽ നമുക്കറിയാം ഇത് ഫസ്റ്റ് ഒരു ഹാഫ് നമ്പറാണ്, പിന്നെ ഒരു ക്വാർട്ടറാണ്. ഹാഫിൽ നിന്ന് ക്വാർട്ടർ മൈനസ് ചെയ്താൽ ബാക്കി എന്താ വരിക? 1/4 തന്നെ. അങ്ങനെയും കണ്ടെത്താം. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ടേം 1/4 ആണ്, കോമൺ ഡിഫറൻസും 1/4 ആണ്. ഓക്കെ. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? റിവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ആൻസർ 1 എന്നും റിമൈൻഡർ 0 എന്നാണ് കിട്ടിയത്. ഇനി ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ള നമ്പർ 3 ആണ്. 3നെ കോമൺ ഡിഫറൻസ് സെറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയും നോക്കാം. അപ്പോൾ 3 × 4/1 റിവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും ഇതുപോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവരും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഈ വർഷം SSLC എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.